നമസ്കാരം, പ്രേം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം 16 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, 2024 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ തബലവാദകനാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. 2024 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ തബലവാദകൻ ആരാണ്? ഉസ്താദ് സക്കീർ ഹുസൈൻ. ഇദ്ദേഹത്തിന് 2023 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2024 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ തബലവാദകനാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. ഇദ്ദേഹത്തിന് 2023 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ 4 ഗ്രാമി അവാർഡും ഉസ്താദ് സക്കീർ ഹുസൈന് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, 2024 സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യന്മാരാണ് മുംബൈ മധ്യപ്രദേശിനെയാണ് പരാജയപ്പെടുത്തിയത്. റണ്ണറപ്പ് ചോദിച്ചാൽ ആരാണ്? മധ്യപ്രദേശ് ആണ്. അപ്പോൾ 2024 സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യന്മാരാരാണ്? മുംബൈ ആണ്. മധ്യപ്രദേശിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മുംബൈ ചാമ്പ്യന്മാരായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ്? അത് ചെന്നൈയിലെ ICMR കേന്ദ്രത്തിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ചെന്നൈയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജൂനിയർ വനിതാ ഹോക്കി ഏഷ്യ കപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. 2024 ജൂനിയർ വനിതാ ഹോക്കി ഏഷ്യ കപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യ ചൈനയെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതികൾക്കായി ഗ്രീൻ റുപ്പി ടേം ഡിപ്പോസിറ്റ് അവതരിപ്പിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതികൾക്കായി ഗ്രീൻ റുപ്പി ടേം ഡിപ്പോസിറ്റ് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാന കോശമെന്നും വൃക്ഷമാത എന്നും അറിയപ്പെടുന്ന പ്രശസ്ത സസ്യശാസ്ത്രജ്ഞയാണ് തുളസി ഗൗഡ. 2024 അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാന കോശമെന്നും വൃക്ഷമാത എന്നും അറിയപ്പെടുന്ന പ്രശസ്ത സസ്യശാസ്ത്രജ്ഞയാരാണ്? തുളസി ഗൗഡയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ചാണ് ഒക്ടോ ഫിനിസിമോ അൾട്രാ SOS. ഇറ്റാലിയൻ കമ്പനിയായ ബുൾഗറിയാണ് ഈ വാച്ച് നിർമ്മിച്ചത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ചാണ് ഏത്? ഒക്ടോ ഫിനിസിമോ അൾട്രാ SOS. ഇറ്റാലിയൻ കമ്പനിയായ ബുൾഗറിയാണ് ഇത് നിർമ്മിച്ചത്. 1.7 മില്ലിമീറ്റർ ആണ് ഈ വാച്ചിന്റെ കനം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ചാണ് ഏത്? ഒക്ടോ ഫിനിസിമോ അൾട്രാ SOS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CPTP എന്ന് വെച്ചാൽ ട്രാൻസ് പസഫിക് പങ്കാളിത്തത്തിനായിട്ടുള്ള സമഗ്രവും പുരോഗമനപരവുമായിട്ടുള്ള കരാറാണ് CPTPP. ഇതിൽ ചേരുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ CPTPPയിൽ ചേരുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടൻ ആണ്. നെക്സ്റ്റ്, ജലപാതയിലൂടെയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൽവാഹക്. ജലപാതയിലൂടെയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജൽവാഹക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 100 കോടി കളക്ഷൻ നേടിയ ചിത്രം ഏതാണ്? ഡിസ്കോ ഡാൻസർ ആണ്. അപ്പോൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 100 കോടി കളക്ഷൻ നേടിയ ചിത്രം ഏതാണ്? ഡിസ്കോ ഡാൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ AI മോഡലുകളാണ് Veo 2ഉം ഇമേജർ 3ഉം. അപ്പോൾ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ AI മോഡലുകൾ ഏതൊക്കെയാണ്? Veo 2ഉം ഇമേജർ 3ഉമാണ്. അതിൽ വീഡിയോ ജനറേഷൻ ആയിട്ടുള്ളതാണ് Veo 2, ഇമേജ് ജനറേഷൻ ആയിട്ടുള്ളതാണ് ഇമേജർ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ AI മോഡലുകളാണ് ഏതൊക്കെ? Veo 2ഉം ഇമേജർ 3ഉം. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ചൈന.
നെക്സ്റ്റ് 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് മൗളി. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? മൗളി. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? വേദി ഉത്തരാഖണ്ഡാണ് വേദി. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ് ദേശീയ ഗെയിംസിന്റെ വേദി. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് മൗളി എന്ന പക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിനീഷ്യസ് ജൂനിയർ. 2024 ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിനീഷ്യസ് ജൂനിയർ. മികച്ച വനിതാ താരമാരാണ്? ഐറ്റാന ബോൺമാറ്റി. ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. മികച്ച പുരുഷ പരിശീലകനായിരുന്നു കാർലോ ആൻസിലോട്ടി. അപ്പോൾ മികച്ച പുരുഷ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? കാർലോ ആൻസിലോട്ടിയാണ്. മികച്ച വനിതാ കോച്ച് എമ്മ ഹെയ്സ് ആണ്. എമ്മ ഹെയ്സ് ആണ് മികച്ച വനിതാ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ്? എമിലിയാനോ മാർട്ടിനസ്. എമിലിയാനോ മാർട്ടിനസ് ആണ് മികച്ച പുരുഷ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച വനിതാ ഗോൾ കീപ്പർ ആരാണ്? അലീസ നൈഹർ ആണ് മികച്ച വനിതാ ഗോൾ കീപ്പർ. ഇനി നിലവിലെ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോയാണ് നിലവിലെ ഫിഫ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2024 ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ താരം ചോദിച്ചാൽ ആരാണ്? വിനീഷ്യസ് ജൂനിയർ ആണ്. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. മികച്ച പുരുഷ പരിശീലകൻ കാർലോ ആൻസിലോട്ടി. മികച്ച വനിതാ കോച്ച് ആരാണ്? എമ്മ ഹെയ്സ് ആണ്. മികച്ച പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. മികച്ച വനിതാ ഗോൾ കീപ്പർ അലീസ നൈഹർ. നിലവിലെ ഫിഫ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കെ ജയകുമാർ. അദ്ദേഹത്തിന്റെ പിങ്കള കേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് രാമമോഹൻ റാവു അമര. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് രാമമോഹൻ റാവു അമര. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ്. 2024 കേരള നിയമസഭ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം മുകുന്ദൻ. നെക്സ്റ്റ്, ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് പ്രീതി ലോബൻ. അപ്പോൾ ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ്? പ്രീതി ലോബൻ ആണ്. നെക്സ്റ്റ്, കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനമാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കുസാറ്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കുസാറ്റ് ആണ് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. ഇനി മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആണ് മികച്ച എഞ്ചിനീയറിംഗ് കോളേജായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചോദിച്ചാൽ ഏതാണ്? യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജാണ് മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ് മികച്ച എഞ്ചിനീയറിംഗ് കോളേജായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് ഏതാണ്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കുസാറ്റ് ആണ് യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്.
അടുത്ത ക്വസ്റ്റ്യൻ, 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ്? മാലു. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രമാണ് മാലു. മാലു എന്ന ചിത്രത്തിന്റെ സംവിധാനമാരായിരുന്നു? പെട്രോ ഫ്രയറി. അപ്പോൾ പെട്രോ ഫ്രയറി സംവിധാനം ചെയ്ത മാലു എന്ന ചിത്രമാണ് 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള പുതിയ കാലാവധി എത്ര വർഷമാണ്? 12 വർഷമാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള പുതിയ കാലാവധി എത്ര വർഷമാണ്? 12 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും വിയറ്റ്നാം കോസ്റ്റ് ഗാർഡും കൊച്ചിയിൽ നടത്തിയ സംയുക്ത അഭ്യാസത്തിന്റെ പേരാണ് സഹയോഗ് ഹോപ്ടാക്ക്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും വിയറ്റ്നാം കോസ്റ്റ് ഗാർഡും കൊച്ചിയിൽ നടത്തിയ സംയുക്ത അഭ്യാസത്തിന്റെ പേരാണ് സഹയോഗ് ഹോപ്ടാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച 5 തവണ ഹരിയാനയുടെ മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് ഓം പ്രകാശ് ചൗട്ടാല. അടുത്തിടെ അന്തരിച്ച 5 തവണ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? ഓം പ്രകാശ് ചൗട്ടാല. നെക്സ്റ്റ്, 2024 കൊല്ലം വള്ളംകളിയിൽ പ്രസിഡന്റ് ട്രോഫിയും CBL കിരീടവും നേടിയ ചുണ്ടൻ വള്ളമാണ് വിയ്യപുരം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടനും. ഇതിൽ വിയ്യപുരം ചുണ്ടൻ എന്തോന്ന് കിട്ടി? പ്രസിഡന്റ് ട്രോഫിയും കാരിച്ചാൽ ചുണ്ടന് CBL കിരീടവുമാണ് ലഭിച്ചത്. അപ്പൊ 2024 കൊല്ലം വള്ളംകളിയിൽ പ്രസിഡന്റ് ട്രോഫി നേടിയ വള്ളം ചോദിച്ചാൽ ഏതാണ്? വിയ്യപുരം ചുണ്ടനും. CBL കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനുമാണ്. 16ാമത് CBL കിരീടമാണ് കാരിച്ചാൽ ചുണ്ടൻ സ്വന്തമാക്കിയത്. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ അംഗീകാരം തുടർച്ചയായി 2ാം വർഷവും നേടിയ സ്ഥാപനമാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ അംഗീകാരം തുടർച്ചയായി 2ാം വർഷവും നേടിയ സ്ഥാപനം ഏതാണ്? സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച കാറുകളുടെ പുതിയ GST നിരക്ക് എത്ര ശതമാനമാണ്? 18%. ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച കാറുകളുടെ പുതിയ GST നിരക്ക് എത്ര ശതമാനമാണ്? 18%. ഇതിനു മുമ്പ് 12% GST നിരക്ക്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച ചെറുകാറുകളുടെ പുതിയ GST നിരക്ക് എത്രയാണ്? 18%. ഇതിനു മുമ്പ് എത്ര ശതമാനമായിരുന്നു? 12%. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ ഗ്രാമം ഏതാണ്? മസാലി. ഗുജറാത്തിലെ മസാലിയാണ് ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ അതിർത്തി സൗരോർജ ഗ്രാമമാണ് മസാലി, ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മിസ് കേരള കിരീടം നേടിയത് ആരാണ്? മേഘ ആന്റണി. എറണാകുളം സ്വദേശിയായ മേഘ ആന്റണിയാണ് 2024 മിസ് കേരള കിരീടം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ലഭിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പോൾ കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത്തെ അന്താരാഷ്ട്ര പുരസ്കാരമാണേത്? ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. അപ്പോൾ കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത് അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഇത്. നെക്സ്റ്റ്, 2024 പ്രഥമ വനിതാ അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച രാജ്യമാണ് ഇന്ത്യ. 2024 പ്രഥമ വനിതാ അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്.
അതേപോലെ 2024 പ്രഥമ വനിതാ അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയായിരുന്നു? കോലാലംപൂർ. മലേഷ്യയിലെ കോലാലംപൂർ ആയിരുന്നു 2024 പ്രഥമ വനിതാ അണ്ടർ-19 ഏഷ്യ കപ്പിന്റെ വേദി എവിടെയായിരുന്നു? മലേഷ്യയിലെ കോലാലംപൂരിലായിരുന്നു. അതിൽ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് വിജയിച്ച ടീം ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതത്തിലെ ബ്രൂ റിയാങ് ഗോത്രം പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ത്രിപുരയും മിസോറാമും. ഭാരതത്തിലെ ബ്രൂ റിയാങ് ഗോത്രം പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ത്രിപുരയും മിസോറാമുമാണ്. നെക്സ്റ്റ്, അടുത്തിടെ ഓസ്ട്രേലിയയിൽ പടരുന്നതായി കണ്ടെത്തിയ മൃദുവായ ടിഷ്യുവിനെ നശിപ്പിക്കുകയും ഗുരുതരമായ രൂപഭേദം വരുത്തുകയും ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ചർമ്മരോഗമാണ് ബുറുലി അൾസർ. ഓസ്ട്രേലിയയിൽ പടരുന്നതായി കണ്ടെത്തിയ മൃദുവായ ടിഷ്യുവിനെ നശിപ്പിക്കുകയും ഗുരുതരമായ രൂപഭേദം വരുത്തുകയും ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ചർമ്മരോഗമാണ് ബുറുലി അൾസർ. അപ്പൊ അടുത്തിടെ ബുറുലി അൾസർ പടരുന്നതായി കണ്ടെത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഓസ്ട്രേലിയ ആണ്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഡിസംബർ 23 അന്തരിച്ച ഇന്ത്യയിലെ പ്രമുഖ സിനിമാ സംവിധായകനാണ് ശ്യാം ബെനഗൽ. അപ്പോൾ 2024 ഡിസംബർ 23 അന്തരിച്ച ഇന്ത്യയിലെ പ്രമുഖ സിനിമാ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗൽ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് അങ്കുർ, മണ്ടി, മന്നാൻ, നിശാന്ത്, സർദാരി ബീഗം, സുബൈദ. ഇപ്പോൾ 2024 ഡിസംബർ 23 അന്തരിച്ച ഇന്ത്യയിലെ പ്രമുഖ സിനിമാ സംവിധായകനാണ് ശ്യാം ബെനഗൽ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? അങ്കുർ, മണ്ടി, മന്നാൻ, നിശാന്ത്, സർദാരി ബീഗം, സുബൈദ എന്നിവ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട സിനിമകളാണ്. നെക്സ്റ്റ്, 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്താണ്? വെർച്വൽ ഹിയറിംഗും ഉപഭോക്തൃ നീതിയിലേക്കുള്ള ഡിജിറ്റൽ ആക്സസും എന്നാണ്. വെർച്വൽ ഹിയറിംഗും ഉപഭോക്തൃ നീതിയിലേക്കുള്ള ഡിജിറ്റൽ ആക്സസും എന്നാണ് 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്? ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. അപ്പോൾ വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നാണ് എന്ത് 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം. വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. വിർച്വൽ ഹിയറിംഗും ഉപഭോക്തൃ നീതിയിലേക്കുള്ള ഡിജിറ്റൽ ആക്സസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഏതെല്ലാം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് നോ ഡിറ്റൻഷൻ നയം ബാധിക്കാത്തത്? 5-8 ക്ലാസ് വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഏതെല്ലാം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് നോ ഡിറ്റൻഷൻ നയം ബാധിക്കാത്തത്? 5-8 ക്ലാസ് വിദ്യാർത്ഥികളെയാണ്. എന്താണ് നോ ഡിറ്റൻഷൻ നയം? 1 മുതൽ 8 വരെ പഠിക്കുന്ന കുട്ടികളെ ജയിപ്പിച്ച് വിടുന്ന നയമാണ് നോ ഡിറ്റൻഷൻ നയം. അപ്പോൾ ഇനി തൊട്ട് അതില്ല. 5-8 ക്ലാസ് വിദ്യാർത്ഥികളെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ്, ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്ന യുഗേ യുഗീൻ ഭാരത് മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്ന യുഗേ യുഗീൻ ഭാരത് മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിലെ ലൂവ്രെ മ്യൂസിയത്തിന്റെ മാതൃകയിൽ ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന മ്യൂസിയമാണിത് യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം. അപ്പോൾ ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്ന യുഗേ യുഗീൻ ഭാരത് മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ് ആണ്. നെക്സ്റ്റ്, നാസയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് ആക്സിയം 4. നാസയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ദൗത്യം ഏതാണ്? ആക്സിയം 4. വിക്ഷേപണ വാഹനമാണ് ഫാൽക്കൺ 9.
ഫാൽക്കൺ 9 എന്ന് പറയുന്ന വാഹനത്തിലാണ് ഈ ദൗത്യം നടത്തുന്നത്. അതേപോലെ വിക്ഷേപണ കാലാവധി എത്രയാണ്? 14 ദിവസമാണ് കാലാവധി. ദൗത്യ കാലാവധി 14 ദിവസം. അപ്പോൾ നാസയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ദൗത്യമാണേത്? ആക്സിയം 4. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെ കൊണ്ടുപോകുന്ന 4ാമത്തെ സ്വകാര്യ ദൗത്യമാണ് ആക്സിയം 4. നെക്സ്റ്റ്, നീതി എവിടെ എന്ന ആത്മകഥ ആരുടേതാണ്? ഹേമചന്ദ്രൻ IPS. കേരളത്തിന്റെ മുൻ DGP ആയ ഹേമചന്ദ്രൻ IPSന്റെ ആത്മകഥയാണ് നീതി എവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ONV കുറുപ്പിന്റെ പ്രശസ്ത കവിതാ സമാഹാരമായ അക്ഷരം കന്നഡയിലേക്ക് മൊഴിമാറ്റിയ വ്യക്തിയാണ് സുഷമ ശങ്കർ. ONV കുറുപ്പിന്റെ പ്രശസ്ത കവിതാ സമാഹാരമായ അക്ഷരം കന്നഡയിലേക്ക് മൊഴിമാറ്റിയ വ്യക്തിയാണ് ആര്? സുഷമ ശങ്കർ. നെക്സ്റ്റ്, ഒഴുക്കിനെതിരെ എന്ന ആത്മകഥ ആരുടേതാണ്? വെള്ളായണി അർജുനന്റെ ആണ്. അപ്പോൾ ഒഴുക്കിനെതിരെ എന്ന ആത്മകഥ ആരുടേതാണ്? വെള്ളായണി അർജുനൻ. നെക്സ്റ്റ്, സ്മരണകളിലെ പൂമുഖം ആരുടെ ആത്മകഥയാണ്? പി ചിത്രം നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയാണ് സ്മരണകളിലെ പൂമുഖം. അപ്പൊ ഒഴുക്കിനെതിരെ എന്ന ആത്മകഥ ആരുടേതാണ്? വെള്ളായണി അർജുനന്റെയാണ്. സ്മരണകളിലെ പൂമുഖം ആരുടെ ആത്മകഥയാണ്? പി ചിത്രം നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയാണ് സ്മരണകളിലെ പൂമുഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് KK ഷാജു. പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? KK ഷാജു. നെക്സ്റ്റ്, ജീവന്റെ ആവശ്യ ഘടകമായ ഫോസ്ഫറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹമാണ് എൻസലാൻഡസ്. ജീവന്റെ ആവശ്യ ഘടകമായ ഫോസ്ഫറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹമാണ് ഏത്? എൻസലാൻഡസ്. നെക്സ്റ്റ്, കേരളത്തിന്റെ 23ാമത്തെ ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ്. അപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് കേരളത്തിന്റെ എത്രാമത് ഗവർണറാണ്? 23ാമത് ഗവർണറാണ്. കേരളത്തിന്റെ 23ാമത് ഗവർണറായി ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ്. മണിപ്പൂർ ഗവർണർ ആരാണ്? അജയ ഫല്ല. അജയ ഫല്ലയാണ് മണിപ്പൂർ ഗവർണറായി നിയമിതനായ വ്യക്തി. നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ബീഹാറിന്റെ ഗവർണറാണ്. അപ്പോൾ ബീഹാറിന്റെ പുതിയ ഗവർണർ ചോദിച്ചാൽ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. മിസോറാമിന്റെ പുതിയ ഗവർണറാണ് VK സിംഗ്. ജനറൽ VK സിംഗ്. മിസോറാമിന്റെ ഗവർണർ ആരാണ്? ജനറൽ VK സിംഗ്. അപ്പോൾ കേരളത്തിന്റെ 23ാമത്തെ ഗവർണറായി ചുമതലയേൽക്കുന്നത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥാണ്. മണിപ്പൂർ ഗവർണർ ആരാണ്? അജയ ഫല്ലയാണ്. ബീഹാറിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മിസോറാമിന്റെ ജനറൽ VK സിംഗുമാണ് ഗവർണർ. നെക്സ്റ്റ്, ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച പുതിയ ചാറ്റ്ബോട്ടാണ് ജാഗൃതി. ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച പുതിയ ചാറ്റ്ബോട്ടാണ് ജാഗൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വീഡിഷ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ അവാർഡിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററിയാണ്. അപ്പോൾ സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിന്റെ വിശുദ്ധ വനങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററിക്കാണ്. ഈ ഡോക്യുമെന്ററിയുടെ സംവിധാനം ആരായിരുന്നു? വേണു നായരാണ് ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഡിസംബർ 25 അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനാണ് ആര്? MT വാസുദേവൻ നായർ. അപ്പൊ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ MT വാസുദേവൻ നായർ അന്തരിച്ചു. എന്നാണ് അന്തരിച്ചത്? 2024 ഡിസംബർ 25 MT വാസുദേവൻ നായർ അന്തരിച്ചത്. MT വാസുദേവൻ നായരുടെ ഫുൾ പേരെന്തോന്നാണ്? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്.
അപ്പോൾ 2024 ഡിസംബർ 25 അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ. ഇദ്ദേഹത്തിന് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ടി വാസുദേവൻ നായർക്കാണ്. അതേപോലെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ചോദിച്ചാൽ, പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുന്ന ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ചോദിച്ചാൽ ഏതാണ്? നാലുകെട്ടാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഏതാണ്? പാതിരാവും പകൽക്കിനാവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ നദീജല സംയോജന നയത്തിന് കീഴിലുള്ള രാജ്യത്തെ ആദ്യത്തെ നദീജല സംയോജന സംരംഭമാണ് കെൻ-ബെതുവ റിവർ ലിങ്ക് പദ്ധതി. ദേശീയ നദീജല സംയോജന നയത്തിന് കീഴിലുള്ള രാജ്യത്തെ ആദ്യത്തെ നദീജല സംയോജന സംരംഭമാണ് കെൻ-ബെതുവ റിവർ ലിങ്ക് പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഡിസംബർ 26 അന്തരിച്ച 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയുമായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ 2024 ഡിസംബർ 26 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് അന്തരിക്കുന്നത്. ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രിയായിരുന്നേ. ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അതേപോലെ RBIയുടെ 15ാമത് ഗവർണറും കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നിഗം ബോധ് ഘട്ട്. നിഗം ബോധ് ഘട്ട് എന്നാണ് മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര്, നിഗം ബോധ് ഘട്ട്. അപ്പോൾ 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയുമായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേരെന്താണ്? നിഗം ബോധ് ഘട്ട് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശ്. ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നെക്സ്റ്റ്, 2024 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം സ്ഥാപിച്ച മന്ത്രാലയമാണ് വനിതാ ശിശു വികസന മന്ത്രാലയം. അപ്പോൾ 2024 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ സ്ഥാപിച്ച മന്ത്രാലയം ചോദിച്ചാൽ ഏതാണ്? വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽപാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയം തുറക്കാതെ ഹൃദയവാൽവ് മാറ്റിവെച്ച് ചരിത്രം കുറിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആണ്. ഹൃദയം തുറക്കാതെ ഹൃദയവാൽവ് മാറ്റിവെച്ച് ചരിത്രം കുറിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ ദേശീയ പക്ഷിയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട പക്ഷിയാണ് ബാൾഡ് ഈഗിൾ. അമേരിക്കയുടെ ദേശീയ പക്ഷിയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട പക്ഷി ഏതാണ്? ബാൾഡ് ഈഗിൾ. വെള്ളത്തലയൻ പരുന്ത് അഥവാ ബാൾഡ് ഈഗിൾ ആണ് അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അംഗീകരിക്കപ്പെട്ട പക്ഷി. ബാൾഡ് ഈഗിൾ അഥവാ വെള്ളത്തലയൻ പരുന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 2 ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് ഏതായിരുന്നു? കേരളമായിരുന്നു പ്രവാസി വോട്ടർമാർ കൂടുതൽ. ഇപ്പോൾ പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള സ്റ്റേറ്റ് ചോദിച്ചാൽ ഏതായിരുന്നു? കേരളമായിരുന്നു. അതേപോലെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 2ാം സ്ഥാനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനമായ ഉബർ ഷിക്കാര ഏത് തടാകത്തിലാണ് ആരംഭിച്ചത്? ദാൽ തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനമായ ഉബർ ഷിക്കാര ഏത് തടാകത്തിലാണ് ആരംഭിച്ചത്? ദാൽ തടാകത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ശുക്ര പരിവേഷണ ദൗത്യമാണ്
എൻവിഷൻ മിഷൻ. അപ്പോൾ എൻവിഷൻ മിഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശുക്ര പരിവേഷണ ദൗത്യമാണ് എൻവിഷൻ മിഷൻ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ശുക്ര പരിവേഷണ ദൗത്യത്തിന്റെ പേരാണ് എൻവിഷൻ മിഷൻ. നെക്സ്റ്റ്, ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് കൊനേരു ഹംപിയാണ്. ഇന്ത്യയുടെ കൊനേരു ഹംപിയാണ് ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ ചോദിച്ചാൽ ആരാണ്? സിസ്റ്റർ ഫ്രാൻസിസ്. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ ആണ് സിസ്റ്റർ ഫ്രാൻസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ. അടുത്തിടെ അന്തരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരെന്താണ്? ജിമ്മി കാർട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലഹരി വിരുദ്ധ സന്ദേശവുമായി MG സർവകലാശാല നിർമ്മിച്ച ചലച്ചിത്രമാണ് ട്രിപ്പ്. അപ്പോൾ ലഹരി വിരുദ്ധ സന്ദേശവുമായി MG സർവകലാശാല നിർമ്മിച്ച ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? ട്രിപ്പ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം തുറന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് തുറന്നത്? കന്യാകുമാരിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളറാണ് ലയണൽ മെസ്സി. അപ്പോൾ പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ ആരാണ്? ലയണൽ മെസ്സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി. അപ്പോൾ എന്താണ് നവോത്ഥാൻ പദ്ധതി? വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതിയുടെ പേരാണ് നവോത്ഥാൻ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കൊളംബിയയിലെ കാലിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാലി, കൊളംബിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിംഗാതിക്രമം തടയാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ലിംഗാതിക്രമം തടയാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ ഡിങ്ക് ഡിങ്ക എന്ന വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഉഗാണ്ട. അപ്പോൾ 2024 ഡിസംബറിൽ ഡിങ്ക് ഡിങ്ക എന്ന വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഉഗാണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ വേദിയാകുന്ന പ്രഥമ കോക്കോ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സൽമാൻ ഖാൻ. ഇന്ത്യ വേദിയാകുന്ന പ്രഥമ കോക്കോ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സൽമാൻ ഖാൻ. അപ്പോൾ പ്രഥമ കോക്കോ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സൽമാൻ ഖാൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വന്ദേ ഭാരത് സീരീസിലെ ആദ്യ സ്ലീപ്പർ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തപ്പെടുന്നത് എവിടെയാണ്? ഖജുരാഹോ, മധ്യപ്രദേശ്. ഇന്ത്യയുടെ വന്ദേ ഭാരത് സീരീസിലെ ആദ്യ സ്ലീപ്പർ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തപ്പെടുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഖജുരാഹോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 39. വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 39. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനിതക വൈവിധ്യത്തിനായി തഡോബ മഹാരാഷ്ട്ര തഡോബ അന്താരി ടൈഗർ റിസർവിൽ നിന്നും ഒഡീഷയിലെ സിംലിപാൽ ടൈഗർ റിസർവിലേക്ക് മാറ്റപ്പെട്ട കടുവയാണ് സീനത്ത്. അപ്പോൾ ജനിതക വൈവിധ്യത്തിനായി മഹാരാഷ്ട്ര തഡോബ അന്താരി ടൈഗർ റിസർവിൽ നിന്നും ഒഡീഷയിലെ സിംലിപാൽ ടൈഗർ റിസർവിലേക്ക് മാറ്റപ്പെട്ട കടുവയുടെ പേരെന്താണ്? സീനത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത്? ആർ അശ്വിൻ. അപ്പോൾ ആർ അശ്വിൻ
ആത്മകഥയുടെ പേരെന്താണ്? ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? ആർ അശ്വിന്റെ ആത്മകഥയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. 2024 വേദി എവിടെയായിരുന്നു? ജപ്പാൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഡിസംബറിൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? അർജന്റീനയ്ക്കാണ് ഒന്നാം സ്ഥാനം. അപ്പോൾ 2024 ഡിസംബറിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ്. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? അർജന്റീനയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 55ാമത് GST കൗൺസിൽ യോഗം നടന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ്. അപ്പോൾ 55ാമത് GST കൗൺസിലിന്റെ യോഗം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ജയ്സാൽമീർ, രാജസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ 2024 വക്കം മൗലവി സ്മാരക അവാർഡ് ലഭിച്ചതാർക്കാണ്? TJS ജോർജിനാണ്. വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ 2024 വക്കം മൗലവി സ്മാരക അവാർഡ് ലഭിച്ചത് TJS ജോർജിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായത് മദൻ ബി ലോക്കൂർ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായ വ്യക്തിയാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ UNIJC അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണ്? മദൻ ബി ലോക്കർ. ഇദ്ദേഹം സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലോത്തൽ, ഗുജറാത്തിലെ ലോത്തലിലാണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വരുന്നത്. അപ്പൊ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ലോത്തലിലാണ്. നെക്സ്റ്റ്, അടുത്തിടെ ചൈന അവതരിപ്പിച്ച സൂപ്പർസോണിക് വിമാനമാണ് യുങ് സിങ് ജെറ്റ്. അടുത്തിടെ ചൈന അവതരിപ്പിച്ച സൂപ്പർസോണിക് വിമാനമാണ് യുങ് സിങ് ജെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി പുരസ്കാരം ലഭിച്ച പ്രവാസി മലയാളിയാണ് രവി പിള്ള. ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി പുരസ്കാരം ലഭിച്ച പ്രവാസി മലയാളി ആരാണ്? രവി പിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിങ് ഇറ്റ് ഓൺ ദി ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? ദീപ മാലിക്കിന്റെ ആണ്. അപ്പോൾ മുൻ പാരാ അത്ലറ്റിക് താരം ദീപ മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ്? ബ്രിങ് ഇറ്റ് ഓൺ ദി ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ്. ബ്രിങ് ഇറ്റ് ഓൺ ദി ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ദീപ മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യ. 2025 ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യ. നെക്സ്റ്റ്, ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ കപ്പലാണ് INS തരിണി. അപ്പോൾ ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ കപ്പലിന്റെ പേരെന്താണ്? INS തരിണി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി വണ്ടർ ബോക്സ് തുറന്നത് എവിടെയാണ്? കാര്യാട്ടുകര, തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കാര്യാട്ടുകരയിലാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി വണ്ടർ ബോക്സ് തുറന്നത്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ കാര്യാട്ടുകരയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനിയാണ് എയർടെൽ. ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി ഏതാണ്? എയർടെൽ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാൾ സ്ട്രീറ്റ് ജേർണൽ 2025 ഏറ്റവും മികച്ച ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച സ്ഥലമാണ് മധ്യപ്രദേശ്. വാൾ സ്ട്രീറ്റ് ജേർണൽ 2025 ഏറ്റവും മികച്ച ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് മധ്യപ്രദേശ്. ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ 2025 ഏതാണ്? മധ്യപ്രദേശ്. നെക്സ്റ്റ്, US ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേഷ്ടാവായ ഇന്ത്യൻ വംശജനാണ് ശ്രീറാം കൃഷ്ണൻ. US ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേഷ്ടാവായ ഇന്ത്യൻ വംശജനാണ് ആര്? ശ്രീറാം കൃഷ്ണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? കോഴിക്കോട്. 2024 സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയാണ് ട്രാൻസ്ന. കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി ഏതാണ്? ട്രാൻസ്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാന്ധവ്ഘട്ട് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശ്. അപ്പോൾ ബാന്ധവ്ഘട്ട് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്താദ്യമായി പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമാണ് റായ്പൂർ. അപ്പോൾ രാജ്യത്തിൽ ആദ്യമായി പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ ഏതാണ്? റായ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബയോബിറ്റുമൻ ഹൈവേ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? നാഗ്പൂർ മൻസാറിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോബിറ്റുമൻ ഹൈവേ ഉദ്ഘാടനം ചെയ്തത് നാഗ്പൂർ മൻസാർ. നെക്സ്റ്റ്, സൂര്യന്റെ അടുത്തെത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് പാർക്കർ സോളാർ വെബ്. അപ്പോൾ സൂര്യന്റെ അടുത്തെത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണേത്? പാർക്കർ സോളാർ വെബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ കെട്ടിടമാണ് പാലസ് റോയൽ മുംബൈ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ കെട്ടിടം ഏതാണ്? പാലസ് റോയൽ. മുംബൈയിലെ പാലസ് റോയലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ കെട്ടിടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫലപ്രദമായ ഭരണത്തിനും പങ്കാളിത്ത ആസൂത്രണത്തിനും ആവശ്യമായ ഉപകരണങ്ങളും അറിവും ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സജ്ജരാക്കി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കാനായി ആരംഭിച്ച സംരംഭമാണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം. അപ്പൊ എന്താണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം? ഫലപ്രദമായ ഭരണത്തിനും പങ്കാളിത്ത ആസൂത്രണത്തിനും ആവശ്യമായ ഉപകരണങ്ങളും അറിവും ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സജ്ജരാക്കി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കാനായി ആരംഭിച്ച സംരംഭമാണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം. വികസിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ സ്റ്റെല്ലോറിയ ബംഗാളൻസിസ് എന്ന പുതിയ സസ്യയിനം കണ്ടെത്തിയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അടുത്തിടെ സ്റ്റെല്ലോറിയ ബംഗാളൻസിസ് എന്ന പുതിയ സസ്യയിനം കണ്ടെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. പശ്ചിമ ബംഗാളിലാണ് സ്റ്റെല്ലോറിയ ബംഗാളൻസിസ് എന്ന പുതിയ സസ്യ ഇനം കണ്ടെത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.